ഹരിതചിന്തകൾ. ആകാശവാണി കവരത്തി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് ഹരിതചിന്തകൾ പരിചയപ്പെടുത്തുന്നത് ടെറസ് കൃഷിയും സാധ്യതകളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ലക്ഷദ്വീപുകളിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ആശ്രയിക്കുന്നത് കേരളത്തെയാണ്. പച്ചക്കറി സാധനങ്ങൾ, പലവ്യഞ്ജനങ്ങൾ എന്നിങ്ങനെയുള്ള സകലതും ദ്വീപിലെത്താൻ കപ്പൽ വേണം. ദ്വീപിൻ്റെ ചുറ്റും കടലാണെങ്കിലും ഇവിടെ കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന തലമുറ ഉണ്ടായിരുന്നു. അതിന് അടയാളമായി കാണുന്നത് നമുക്ക് ചുറ്റും വളരുന്ന ഇടതൂർന്ന തെങ്ങുകൾ തന്നെയല്ലേ? അപ്പോൾ നമ്മുടെ പൂർവികർ കൃഷിയെ ഇഷ്ടപ്പെട്ടിരുന്നവരാണ് എന്നതിൽ സംശയമില്ല. ഇന്ന് കൃഷിയെക്കുറിച്ച് ധാരാളം അറിവുകൾ നമുക്ക് ലഭിക്കുന്നു. ജൈവ പച്ചക്കറികളുടെ ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. വിഷരഹിതമായ പച്ചക്കറി കഴിക്കാൻ നമുക്കും സാധിക്കും. എങ്ങനെയെന്നല്ലേ? ഇതാ ഇന്ന് നിങ്ങളോട് ടെറസ് കൃഷിയെക്കുറിച്ച് സംസാരിക്കാനായി ഒരാളെത്തിയിരിക്കുന്നു. നമുക്ക് അയാളെ പരിചയപ്പെടാം. എന്താണ് പേര്? ഒന്ന് പരിചയപ്പെടുത്താമോ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി? എൻ്റെ പേര് ഷംഷീറ, കവരത്തി സ്വദേശിനിയാണ്. ടെറസ് കൃഷിയിലേക്ക് വരാൻ പ്രചോദനമായത് എന്താണ്? ടെറസ് കൃഷിയിലേക്ക് വരാൻ പ്രചോദനമായത് ആദ്യം ഞാൻ ചെറുപ്പത്തിൽ നിന്ന് കണ്ടു വളർന്നു വന്നത് എൻ്റെ ഉപ്പ കോഴി വളർത്തൽ നടത്തി വരുന്നുണ്ടായിരുന്നു. അതും ഒരു പരിപാലനം തന്നെയല്ലേ. അതേപോലെ കയ്യിൽ കിട്ടുന്ന എന്തും പച്ചക്കറി ആയിക്കോട്ടെ, മരങ്ങൾ, ഫ്രൂട്ട്സ് തൈകളായിക്കോട്ടെ, ഇതെല്ലാം ഉമ്മ വെച്ച് പിടിപ്പിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വളർന്നു വന്നത്. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് ചെടികൾ കൊണ്ടുവരികയും അത് നോക്കുന്നതിനിടയിലാണ് എനിക്ക് ഇത് പച്ചക്കറിയിൽ കൂടി ഒന്ന് പ്രാധാന്യം കൊടുത്തുകൂടി നമുക്ക് വിഷരഹിതമായ പച്ചക്കറികൾ ഭക്ഷിക്കാമല്ലോ എന്നുള്ള ഒരു ഇതിലാണ് എനിക്ക് ഇത് തുടങ്ങാനുണ്ടായ കാരണം. അതേപോലെ തന്നെ ടെറസ് കൃഷി എന്നല്ല, ഏത് തരം കൃഷി ചെയ്താലും നമുക്ക് വിഷരഹിത പച്ചക്കറി ലഭിക്കണം എന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ സ്വന്തമായി വളർത്തിയെടുക്കുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്തോഷവും ചെലവ് കുറക്കാനും സാധിക്കും. പ്രകൃതിയോട് അടുത്ത് ജീവിക്കാനും പറ്റും. അതേപോലെ തന്നെ ഒഴിവ് സമയങ്ങളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുമുണ്ട്. ഇതിലുപരി നമ്മുടെ കുടുംബത്തിന് ആരോഗ്യപരമായ ഭക്ഷണം നൽകാനും സാധിക്കും ഇതുകൊണ്ട്. ഇനി എന്തൊക്കെ വിളകളാണ് കൃഷി ചെയ്യുന്നത്? തക്കാളിയുണ്ട്. തക്കാളിയിൽ 2-3 തരം വെറൈറ്റി തക്കാളിയാണ് ചെയ്യുന്നത്. ചെറി തക്കാളി, അങ്ങനെ 2-3 ഇനം തക്കാളി തൈകളും. വഴുതിന ചെയ്യുന്നുണ്ട്. വഴുതിനയിൽ തന്നെ ലോങ് ആയിട്ടുള്ളത് വൈറ്റ്, ഗ്രീന്, വയലറ്റ്, ഇത് 3 ചെയ്ത് വരുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വഴുതിനയിൽ ഓണാട്ട് വഴുതിന എന്ന് പറയുന്ന ഒരിനം വഴുതിന ഉണ്ട്. അത് നല്ല വലിപ്പവും വയലറ്റ് കളറിലാണ്. നല്ല പോലെ വിളവും കിട്ടുന്ന ഒരിനം വഴുതിനയാണ്. അതേപോലെ ചീര ചെയ്യുന്നുണ്ട്. ചീര 2 തരം ഉണ്ട്. ഒന്ന് പച്ചച്ചീരയും മറ്റേത് റെഡും. അതേപോലെ മുളക് 4-5 തരം മുളക് തൈകൾ വിളവ് ചെയ്യുന്നുണ്ട്. സാദാ പച്ചമുളകുണ്ട്, വെള്ളക്കാന്താരി, മുന്തിരിമുളക്, ഉണ്ടമുളക്, യെല്ലോ ഹെബനാറോ എന്ന് പറഞ്ഞിട്ട് അതൊരു വെറൈറ്റിയാണ്. അത് നല്ലപോലെ വിളവും കിട്ടുന്നുണ്ട്. പിന്നെ പയർ, മീറ്റർ പയർ, ബീൻസ്, വയലറ്റ്, കുറ്റിപ്പയർ, വെണ്ട ചുവപ്പ് വെണ്ട ഉണ്ട്. നമ്മൾ സാധാരണ സാമ്പാറിൽ ഇടുന്ന ഇത് തന്നെ വെണ്ടയുണ്ട്. ആനക്കൊമ്പൻ നല്ലപോലെ വിളവ് കിട്ടുന്നതാണ്. ഈ വെണ്ട ചെയ്യുമ്പോൾ നല്ലത് ഈ മഴക്കാലത്താണ് വെണ്ട ഏറ്റവും കൂടുതൽ വിളവ് കിട്ടിയത്. അതേപോലെ തന്നെ ബീട്രൂട്ട് ആദ്യമായിട്ടായിരുന്നു ചെയ്തത്. അതിൽ നിന്ന് ഒരെണ്ണം എനിക്ക് കിട്ടി. ഇപ്പോഴും ബീട്രൂട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട്. ക്യാബേജ്, കോളിഫ്ലവർ, കോവക്ക എന്നിവയാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. ബീട്രൂട്ട് കൃഷി ചെയ്തു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമ്മുടെ ഇവിടെ ലക്ഷദ്വീപിൽ അധികവും ആരും ചെയ്യാത്തൊരെന്താണെന്ന് തോന്നുന്നു അല്ലേ അത്? അപ്പോൾ എങ്ങനെയാണ് അത് കൃഷി ചെയ്യുന്ന രീതി ഒന്ന് പറഞ്ഞ് കൊടുക്കാം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്. ഏത് തരം പച്ചക്കറി ചെയ്യുമ്പോഴും നമുക്ക് നമ്മളെ മണ്ണാണ്, അതായത് അധികം നൈട്രജൻ എല്ലാം ഒത്തു നോക്കിയിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബീട്രൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ചെയ്ത് കിട്ടിയത് എനിക്ക് വളരെ ചെറിയൊരു ബീട്രൂട്ടായിരുന്നു. അതിൽ ഗ്രോ ബാഗിൽ ഏത് ചെയ്യുമ്പോഴും ഞാൻ ഗ്രോ ബാഗിൽ താഴെ നമ്മളെ ശീമക്കൊന്നൻ്റെ ഇല, പിന്നെ കമ്പോസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്, അങ്ങനെ എല്ലാം ചെയ്തിട്ട് കുറച്ച് ദിവസം മാറ്റി വെച്ചതിന് ശേഷം ആണ് ഇത് നടുന്നത്. അപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങി വന്ന ഈ ബീട്രൂട്ടിൻ്റെ മുകളിലത്തെ ഇതെടുത്തിട്ട് അത് കുഴിച്ചിട്ടിട്ട് പിന്നെ കുറേ ദിവസം വരുമ്പോൾ അതിന് പുതിയൊരു ഇല തളർക്കും. അപ്പോൾ മണ്ണ് ഇങ്ങനെ കൂടുതൽ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത്. കുറേ ദിവസം കഴിഞ്ഞാൽ കാണും അതിൻ്റെ ഇല ഇങ്ങനെ ഒരു വാടിയ മാതിരി. അപ്പോൾ അത് എന്തായാലും അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തിയെന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ കിട്ടി. അധികം വലിപ്പം ഇല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ബീട്രൂട്ട് തന്നെ കിട്ടി. കൃഷിക്ക് ആവശ്യമായ വിത്തുകളും തൈകളും എവിടെ നിന്നാണ് ലഭിക്കുന്നത്?
വിത്തുകൾ നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവർ അതേപോലെ തന്നെ വിത്ത് തരികയും അതിൽ എങ്ങനെ പരിപാലിക്കുന്നു എന്നൊക്കെ നോക്കാനും എല്ലാം വരാറുണ്ട്. അതുപോലെ കൊച്ചിയിൽ നിന്നാണ് ഞാൻ അധികം നമ്മളെ വിത്തിൻ്റെ തൈ, കാരണം വെറൈറ്റീസ് വിത്തുകൾ കിട്ടണമെങ്കിൽ കൊച്ചിയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ കൊച്ചിയിൽ നിന്നും നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഞാൻ വിത്തുകൾ വാങ്ങിക്കുന്നത്. ഇപ്പോൾ ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ ഗ്രോ ബാഗുകളാണോ ചട്ടികളാണോ കൂടുതൽ ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ചെടികളുള്ളത് ഗ്രോ ബാഗിലാണ്, ചെടിച്ചട്ടിയിലുണ്ട്. എന്നാലും അധികം ഗ്രോ ബാഗിൽ തന്നെയാണ് ചെയ്യുന്നത്. ചെടികൾക്ക് വെള്ളം കൊടുക്കുന്നത് എങ്ങനെയാണ്, അത് ഏതൊക്കെ രീതിയിലാണ് കൊടുക്കുന്നതെന്ന് പറയാമോ? ടെറസ് കൃഷി ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിക്കുന്നത് റൂഫിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ടാങ്ക് ഉള്ളത്, വാട്ടർ ടാങ്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്ലോ എന്തായാലും കുറവായിരിക്കും. അതുകൊണ്ട് ഇപ്പം പല സാങ്കേതിക വിദ്യകളുണ്ട് നമുക്ക് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നത് വാട്ടർ ടാങ്കിൽ ഇറക്കി വെക്കുന്ന ഒരു മോട്ടറുണ്ട്, അതുകൊണ്ട് പമ്പ് ചെയ്യുന്നതാണ്. ഏതെങ്കിലും ഒരു സമയത്തായിരിക്കുമല്ലോ വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സമയങ്ങളിലായിരിക്കും ചെടികൾക്ക് വെള്ളം കൊടുക്കുന്നത്? ചെടികൾക്ക് വെള്ളം ഞാൻ നല്ല ചൂടുള്ളപ്പോൾ 2 നേരമായിട്ട് കൊടുക്കും. എപ്പോഴും അതിരാവിലെയാണ് വെള്ളം കൊടുക്കൽ. നല്ല ചൂടുള്ള ടൈമിൽ ഈ തക്കാളി അതേപോലെ മാതിരിയുള്ള പച്ചക്കറി ഇനങ്ങൾക്ക് 2 നേരം വെള്ളം ഒഴിക്കാറുണ്ട് നല്ല ചൂടുള്ളപ്പോൾ. അപ്പോൾ രാവിലെ ആണ് അധികം വെള്ളം ഒഴിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വന്നാൽ മാത്രം വൈകുന്നേരങ്ങളിൽ വെള്ളം ഒഴിക്കും. ചെടികൾക്ക് വളമായി എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ആദ്യം തന്നെ ചെടികൾ നമ്മൾ വച്ച് പിടിക്കുമ്പോൾ അതിനൊരു സൂര്യപ്രകാശം ലഭ്യമാക്കണം. അതേപോലെ ജൈവവളങ്ങൾ നൽകണം. കീടങ്ങളും രോഗങ്ങളും പരിപാലിക്കണം. ഉണങ്ങിയവയെല്ലാം നീക്കം ചെയ്യണം. മണ്ണൊക്കെ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള നമുക്ക് പച്ചക്കറിയിൽ നല്ല രീതിയിൽ ഇതാക്കാൻ പറ്റും. വളങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടുകളിൽ ഉണ്ടാക്കുന്ന കഞ്ഞിവെള്ളം ഒരു 7 ദിവസം പുളിപ്പിക്കാൻ വെക്കും. ഓരോ ദിവസവും കിട്ടുന്നത് മാറ്റിവെക്കും. അതേപോലെ അരി കഴുകിയ വെള്ളവും ഒഴിക്കാറുണ്ട്. കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ ചാരം കുറച്ചിട്ടിട്ടാണ് എല്ലാ ചെടികളുടെ ചോട്ടിലും ഒഴിക്കുന്നത്. അതേപോലെ തന്നെ പച്ചക്കറി വേസ്റ്റൊക്കെ ഒരു ഡബയിലിട്ട് വെച്ചിട്ട് അത് ഒരു വെള്ളം വരുന്ന രീതിയിൽ അലിഞ്ഞു വരുമ്പോൾ ആ വെള്ളം മിക്സ് ചെയ്തിട്ട് ലായനി രൂപത്തിലാക്കിയിട്ടും പച്ചക്കറികൾക്ക് കൊടുക്കാറുണ്ട്. കീടശല്യം നേരിടുമ്പോൾ എന്ത് പരിഹാരമാണ് സ്വീകരിക്കുന്നത്? കീടശല്യമാണ് ഏറ്റവും അധികം ഇതിനെ നമുക്ക് നേരിടുന്ന വലിയ പ്രശ്നം തന്നെ. അതിൽ വേപ്പെണ്ണ സ്പ്രേ ചെയ്യും. പിന്നെ വെളുത്തുള്ളി, മഞ്ഞൾ നമ്മളെ കുറച്ച് ഹാൻഡ് വാഷ് ലിക്വിഡ് ഉപയോഗിച്ച് ലായനി രൂപത്തിലാക്കിയും സ്പ്രേ ചെയ്യാറുണ്ട്. പയർ വർഗ്ഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കീടങ്ങൾ പെട്ടെന്ന് പിടിപെടുന്നത്. അതുകൊണ്ട് ആ ലായനികളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ പപ്പായ ഇല, വെളുത്തുള്ളി, മഞ്ഞൾ അതും ലായനിയാക്കി ഉപയോഗിച്ചാൽ കീടങ്ങൾ പെട്ടെന്ന് വഴിമാറിപ്പോകാറുണ്ട്. കീടബാധ വരുന്ന ഇലകളും കൊമ്പുകളും വെട്ടി നീക്കുകയും കീടങ്ങളെ നേരത്തെ കണ്ടെത്തി ദിവസേന പരിശോധന നടത്തുകയും ചെയ്യണം. ടെറസ് കൃഷിക്ക് വേണ്ടി ദിവസവും എത്ര സമയം ചെലവഴിക്കുന്നു? ഞാൻ ഒരു ടീച്ചറായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അധികം രാവിലെ തന്നെയാണ് ഇതിന് സമയം ചെലവഴിക്കാൻ പറ്റുന്നത്. പിന്നെ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും വൈകുന്നേരങ്ങളിൽ ഇതൊക്കെ ഒന്ന് നോക്കി പരിപാലിക്കാൻ തക്കതായ സമയം ഞാൻ ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും അവിടെ വന്ന് അതിനെ പരിപാലിക്കാറുണ്ട്. രാവിലെയും വൈകുന്നേരങ്ങളിലാണ് ഞാൻ അധികം ഇതിനെ പരിപാലനത്തിനായി ഞാൻ ഉപയോഗിക്കുന്നത്. എത്ര വർഷമായി ടെറസ് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ 3 വർഷത്തോളമായി ടെറസ് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ടെറസ് കൃഷി ചെയ്യുന്നതിലൂടെ ലഭിച്ച പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? ഒന്നാമതായി നമുക്ക് വിഷം കലരാത്ത പച്ചക്കറികൾ വീട്ടിൽ തന്നെ ലഭിക്കുന്നു എന്നതാണ്. അത് ഏറെ സന്തോഷം തന്നെ. അതേപോലെ തന്നെ ചെലവ് കുറക്കാൻ സാധിക്കുന്നു. കുടുംബത്തിന് ആരോഗ്യപരമായ ഭക്ഷണങ്ങൾ ഉറപ്പാക്കാൻ പറ്റുന്നുണ്ട്. പ്രകൃതിയോട് അടുപ്പം വർദ്ധിക്കാനും അതേപോലെ തന്നെ കുട്ടികൾക്ക് കൃഷിയുടെ പ്രാധാന്യം പഠിപ്പിക്കാനും വീട്ടുമാലിന്യങ്ങൾ ഉപയോഗിച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കി പുനരുപയോഗം നടത്താനും ടെറസ് കൃഷി കൊണ്ട് ഉള്ള നേട്ടങ്ങളാണ്. വീട്ടിലെ പച്ചക്കറി ആവശ്യങ്ങൾ എത്രത്തോളം നിറവേറ്റാൻ കഴിയുന്നുണ്ട്? നമ്മുടെ ലക്ഷദ്വീപിനെ അപേക്ഷിച്ച് നമുക്ക് എന്തായാലും കേരളത്തിൽ നിന്നാണല്ലോ പച്ചക്കറികൾ വരുന്നത്. അതും പഴുക്കാത്തത് പഴുപ്പിച്ചും മറ്റ് വഴിയിലൊക്കെയാണ് അവർ പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും ഈ കീടനാശിനികൾ മാറ്റാനായാലും
ഏറ്റവും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്നും തട്ടാതെ നമ്മളെ വീട്ടിൽ വിഷരഹിതമായിട്ടുണ്ടാക്കിയ പച്ചക്കറികൾ ഭക്ഷിക്കാനും നമുക്ക് കഴിക്കാനും അതുകൊണ്ട് ഭയങ്കര സന്തോഷം തന്നെയാണ്. നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ നല്ലതാണ്. ഇപ്പം വീട്ടിലെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് പച്ചക്കറികൾ ബാക്കിയുണ്ടെങ്കിൽ പുറത്ത് ആർക്കെങ്കിലും കൊടുക്കാറുണ്ടോ? അതെ, വീട്ടാവശ്യം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അയൽവാസികൾക്കും അതേപോലെ കുടുംബക്കാർക്കും നമ്മൾ കൊടുക്കാറുണ്ട്. ഇനി അതിലും കൂടുതലാണ് ലഭിക്കുന്നതെങ്കിൽ ആവശ്യക്കാർ വരുമ്പോൾ അവർക്ക് അതനുസരിച്ച് ഞാൻ കൊടുക്കാറുണ്ട്. ഈ പ്രവർത്തനത്തിന് എന്തെങ്കിലും അംഗീകാരങ്ങളോ പുരസ്കാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ ലഭിച്ചിട്ടില്ല. ടെറസ് കൃഷി നേരിടുന്ന പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ടെറസ് കൃഷിയിലെ പ്രധാനമായിട്ടും വരുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കാലാവസ്ഥയിലെ മാറ്റങ്ങൾ. അതായത് അധികം മഴ വരുമ്പോഴും അധികം ചൂട്, കാറ്റ് എന്നിവ വരുമ്പോഴും നമ്മളെ ചെടികളെ സാരമായി തന്നെ ബാധിക്കും. അതേപോലെ തന്നെ കീടശല്യം, പച്ചക്കറിയിൽ വരുന്ന രോഗങ്ങളും കീടങ്ങളും ചിലപ്പോൾ വിളവ് കുറയും എങ്കിലും പ്രതീക്ഷിച്ച ഫലം കിട്ടാതിരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ സ്ഥലപരിധി, കൂടുതൽ ചെടികൾ വളർത്താൻ ഇടം കുറവായിരിക്കും. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ക്ഷമയോടെയും ശരിയായ പരിപാലനത്തോടും കൂടി മുന്നോട്ട് പോവാൻ അവയെ മറികടക്കുകയും ചെയ്യാം. ടെറസ് കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്? ടെറസ് കൃഷി ചെയ്യാൻ ആദ്യം കുറച്ച് ചെടികളായിട്ട് ആരംഭിക്കുക. അതേപോലെ തന്നെ കാലാവസ്ഥക്കും സ്ഥലത്തിനും അനുയോജ്യമായ ചെടികൾ തിരഞ്ഞെടുക്കുക. നല്ല മണ്ണും ജൈവവളങ്ങളും ഉപയോഗിക്കുക. വെള്ളം ശരിയായ അളവിൽ നൽകുകയും അധികം കുറവുമാകരുത്. അതേപോലെ ദിവസേന ചെടികളിൽ ശ്രദ്ധിക്കുക. രോഗങ്ങളും കീടങ്ങളും നേരത്തെ കണ്ടെത്തി അതിനെ പരിപാലിക്കുക. ഇതിലുപരി ക്ഷമയും സ്ഥിരതയും പാലിക്കുക. കാരണം ഫലം ലഭിക്കാൻ സമയമെടുക്കും. ഇതിൽ വരുന്ന പരാജയങ്ങളെ പേടിക്കാതെ ഓരോ അനുഭവങ്ങളും പാഠങ്ങളാക്കി മാറ്റുക. ഇതിലുപരി നമ്മുടെ ടെറസിൽ ഏറ്റവും പ്രധാനം നമുക്ക് വെള്ളം കെട്ടി നിൽക്കുന്നത് ശ്രദ്ധിക്കുക. കഴിയുന്നതും നേരിട്ട് ചെടിച്ചട്ടികൾ അല്ലെങ്കിൽ ഗ്രോ ബാഗുകൾ വെക്കാതെ ടെറസിൻ്റെ മുകളിൽ നമ്മൾ കട്ടകൾ നിർമ്മിച്ച് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഗ്രോ ബാഗിലോ ചെടിയിലോ വെക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എൻ്റെ ടെറസിൽ ചെയ്യുന്നത് കട്ടകൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ആംഗിൾ വെച്ചിട്ട് അതിലേക്കാണ് ഞാൻ ഗ്രോ ബാഗ് വെച്ചത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ താഴെ ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കുകയില്ല. നമുക്ക് അത് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. അതേമാതിരി ഇപ്പോൾ പുതിയ രീതിയിലുള്ള പല സംവിധാനങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിക്കുള്ള നമ്മൾ അത് കണ്ടെത്തി നേരിട്ട് ടെറസിൽ വെക്കാതെ പുതിയ എന്തെങ്കിലും രീതിയിലുള്ള ഇതിൽ ടെറസ് കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കണം. ജൈവ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ജൈവ കൃഷിക്ക് വലിയ പ്രാധാന്യം തന്നെയുണ്ട്. കാരണം അത് ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഒരുപോലെ നല്ലതാണ്. വിഷരഹിതമായ ഭക്ഷണം ലഭിക്കാൻ സഹായിക്കും. ജലമലിനീകരണം കുറയ്ക്കുകയും ചെയ്യും. അതേപോലെ തന്നെ മണ്ണിൻ്റെ ഫലപുഷ്ടി നിലനിർത്തുകയും രാസവളങ്ങളും കീടനാശിനികളും കുറയ്ക്കുന്നതിനാൽ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടും. ഭാവി തലമുറയ്ക്കായി സംരക്ഷിതമായ കൃഷിരീതി നൽകാൻ പറ്റും. ഭാവിയിൽ ടെറസ് കൃഷിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പദ്ധതികൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും പ്ലാനിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഡ്രിപ്പ് ഇറിഗേഷൻ വഴി കൃഷി ചെയ്യണമെന്നുണ്ട്. അതേപോലെ കിഴിക്കൃഷി രീതി, അതായത് ഇപ്പോൾ ഗ്രോ ബാഗിലാണല്ലോ നമ്മൾ കൃഷി ചെയ്യുന്നത്. കിഴിക്കൃഷി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ചെടിച്ചട്ടികളിൽ കിഴിക്കൃഷി ചെയ്യാം. അധികം കളകളും ഒന്നും വരാതെ കൂടുതൽ മെച്ചപ്പെട്ട നമുക്ക് വിളകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതേപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡൻ വഴി കുറച്ച് സ്ഥലത്ത് കൂടുതൽ ചെടികൾ വളർത്താം. ഹൈഡ്രോപോണിക്സ്, അതായത് മണ്ണില്ലാത്ത കൃഷി ചെയ്യാനുള്ള ഒരു പുതിയ രീതി. ഇങ്ങനത്തെ പുതിയ രീതികൾ പദ്ധതിയിൽ കൊണ്ടുവരണമെന്നുണ്ട്. പച്ചക്കറികൾ കൂടാതെ വേറെ എന്തെങ്കിലും, ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പൂക്കളുള്ള ചെടികളായിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതെ, പച്ചക്കറിയോടൊപ്പം തന്നെ പലതരം ചെടികൾ, അതായത് റോസ്, വാടാമല്ലി, അങ്ങനെയുള്ള നിരവധി ഒരുപാട് ചെടികളുണ്ട്. അതേപോലെ തന്നെ ഫ്രൂട്ട്സ് തൈകൾ, നമ്മൾ സപ്പോർട്ടായിക്കോട്ടെ, പേരക്ക, മാങ്ങ, ഇങ്ങനെയുള്ള പലതരം ഫ്രൂട്ട്സിൻ്റെ തൈകളും ഇതിൻ്റെ കൂടെ ഒപ്പം ചെയ്യാറുണ്ട്. ഇത്രയും നേരം നമുക്ക് വിലപ്പെട്ട അറിവുകളും അനുഭവങ്ങളും പങ്കുവെച്ച ഷംസീറയ്ക്ക് ആകാശവാണി കവരത്തി നിലയത്തിൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് സബീന ബി കീളാസുറാമ്പി.